ആലുവയ്ക്കും കളമശ്ശേരിക്കും മിഡിലായിട്ട് എടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന വീടാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത്. 6 സെൻറ്റ് 200 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 2900 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇവിടെ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ചൂണ്ടി ജംഗ്ഷൻ അതുപോലെ 8 ഏക്കർ പള്ളി തൊട്ടടുത്ത് തന്നെയാണ്. 1.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ ആലുവ മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് എന്നീ വേണ്ട സ്ഥലങ്ങളിലേക്ക് ഈസി ആക്സസ് ഉള്ളൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അഞ്ച് മീറ്റർ വൈഡ് റോഡാണ് ഇന്റേണലായിട്ട് കൊടുത്തിട്ടുള്ളത്. 2 വാഹനങ്ങൾക്ക് സുഖമായിട്ട് പാസ് ചെയ്യാനുള്ള വിഡ്ത്ത് ഈ റോഡിന് കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്നത് മെയിൻ റോഡാണ്. റൈറ്റ് സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളമശ്ശേരിയിലേക്കും ആലുവയ്ക്കും പോകാം. ലെഫ്റ്റ് സൈഡ് നമ്മൾ തിരിയുകയാണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുന്ന റോഡ് എന്ന് പറയുന്നത് എറണാകുളം, പെരുമ്പാവൂർ, ആലുവ, തൃപ്പൂണിത്തുറ റോഡും കൂടിയാണ്. അപ്പോൾ 2 സ്ഥലത്തേക്കും കണക്റ്റ് ആവുന്ന രീതിയിലാണ് റോഡ് വന്നുള്ളത്. അപ്പം ഡെഡ് എൻഡാണ്, കോർണർ പ്ലോട്ടും കൂടിയാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡെഡ് എൻഡിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇത് കൂടാതെ കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഒരു അട്രാക്ഷൻ നമുക്ക് ഈ വീടിന് കൂടുതൽ കിട്ടുകയും ചെയ്യും. എലവേഷൻ വന്നിരിക്കുന്നത് ബോക്സ് ഡിസൈനിലാണ്. നമ്മളിനി കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, SUV സെഡാനോ ഏതും ആയിക്കോട്ടെ, വലുത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് പോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോറ് തുറന്നാലും കൺജസ്റ്റ് ആവാത്ത രീതിയിൽ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നടക്കാനുള്ളൊരു സ്പേസും കിട്ടിയിട്ടുണ്ട്. ടാപ്പ് പോയിൻ്റൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ നോർത്ത് സൈഡിലേക്ക് വരാൻ പോവുകയാണ്. അപ്പം നോർത്ത് സൈഡിൽ ഒരു C ടൈപ്പിൽ ഒറിജിനൽ ഗ്രാസ് വർക്ക് വരുന്നുണ്ട്. കോബിൾ സ്റ്റോൺ ആണ് ഫുള്ള് ആയിട്ടുള്ളത്. 2 സൈഡിൽ പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിറച്ച് പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് ആണ് ഈ ഭാഗം വരുന്നത്. ഒരു സ്റ്റെപ്പ് ഉയർത്തിയിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. പേവിങ്ങിനായിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് വന്നു. ഇവിടെയും നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് ചെല്ലാം. നോർത്ത് വെസ്റ്റിൽ നിന്ന് നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് വന്നു. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ വെല്ല് വന്നുള്ളത്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെയായിട്ട് വർക്ക് ഏരിയയും കിച്ചനും വന്നിട്ടുണ്ട്. ഇനി ഈസ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഈസ്റ്റ് സൈഡിലായിട്ട് ഇപ്പുറത്തേക്ക് നമുക്ക് പ്ലോട്ട് അഡീഷണൽ ആഡ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയായിട്ട് ഇവിടെ ഒരു ബേബി ഗേറ്റും കൂടി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് കളയാം. ഇനി നമ്മൾ വാട്ടർ ഫൗണ്ടൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെയായിട്ട് നല്ലൊരു ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് L ഷേപ്പിൽ നിന്ന് അങ്ങ് അറ്റം വരെയും നമുക്ക് പ്ലാന്റർ ബോക്സ് കിട്ടിയിട്ടുണ്ട്. പ്ലാന്റ്സുകളോടെ നീളം കൊടുത്തിട്ടുമുണ്ട്. നാല് കോർണറിലും CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട് സെക്യൂരിറ്റിക്കായിട്ട്. സിറ്റൗട്ട് വന്നിരിക്കുന്നത് തന്നെ നാനോ ടൈലാണ്. 3 ചേടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ടീക്ക് വുഡിൽ പാനൽ ചെയ്തിട്ടുണ്ട്. കോർണർ വരെ ടീക്ക് വുഡിൽ പാനൽ ചെയ്തിരിക്കുകയാണ്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. ടീക്ക് വുഡിൻ്റെ ഫുൾ പാനൽ ചെയ്തിരിക്കുമ്പോൾ തന്നെ ടീക്ക് വുഡിൽ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഡോറും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡിലിൻ്റെ കളർ പാറ്റേൺ മാറ്റം വന്നിട്ടുണ്ട്. വേറൊരു തടിയുടെ ഒരു കളർ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിസൈനും ഫോളോ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 പീസ് ഡോറാണ്. ഒന്ന് തള്ളക്കതക്, ഒന്ന് പിള്ളക്കതക് എന്ന് പറയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു വാസ്തു ബേസ്ഡ് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ലിവിങ് സ്പേസിലേക്ക് വരികയാണ്. കയറുന്ന എൻട്രൻസിന് മേലെയായിട്ട് ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, വാം ലൈറ്റാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ടീക്ക് വുഡിൻ്റെ ഒരു ഡിസൈനാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. മേലെ യൂസ് ചെയ്തിരിക്കുന്നത് വിനീറാണ്. വിനീർ എന്ന് പറയുന്നത് ടീക്കിൻ്റെ ഒരു പോളയും കൂടിയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ് വന്നിരിക്കുന്നത്.
ഇത് ഡബിൾ ഹൈറ്റും കൂടിയാണ്. നമുക്കിവിടെ കോർണർ സോഫ സെറ്റ് ഇടാവുന്നതാണ്, ടീപ്പ് ഇടാവുന്നതാണ്. ഇതുകൂടാതെ ഇതിൻ്റെ ജനലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജനലിൻ്റെ കട്ടില വന്നിരിക്കുന്നത് ആഞ്ഞിലിയും, ഫ്രെയിം ഫുള്ള് വന്നിരിക്കുന്നത് ടീ കൂട്ടിലാണ്. അഴികൾ കൊടുത്തിരിക്കുന്നത് 304 സ്റ്റീലിലും കൂടിയാണ്. അപ്പം ഇവിടെ ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 2 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് സൗത്ത് സൈഡും ഇത് വന്നിരിക്കുന്നത് വെസ്റ്റ് സൈഡുമാണ്. അപ്പം സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ഡബിൾ ഹൈറ്റ് ആണെന്ന് പറഞ്ഞു. മേലെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ള ഒരേ പാറ്റേണിലുള്ള വിൻഡോസിലാണ് മേലെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ടി യൂണിറ്റിലേക്ക് വരാം. വലിയൊരു ടി വി ഹാങ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വാൾപേപ്പറിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. അപ്പം ഭംഗിയായിട്ട് ടി വി സ്പേസും കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഓപ്പൺ കിച്ചനുമാണ്. ഒരു കൗണ്ടർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് 2 ചെയറിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നാനോ ടൈൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റൊക്കെ നല്ല സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. പാസേജിന് നമുക്ക് മാറ്റിക്കൊണ്ട്, അതായത് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ നമുക്ക് ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിച്ചണിലേക്കും ബെഡ്റൂമിലേക്കും ലിവിങ് സ്പേസിലേക്കും പോകാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈസ്റ്റ് സൈഡാണ്, 4 പാളി വലിയ ജനലാണോ എന്നുള്ളത് ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കോർട്ട്യാർഡ് വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. കോർട്ട്യാർഡ് മാത്രമല്ല, വാട്ടർ ഫൗണ്ടനോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലാഡിങ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഒരു L ഷേപ്പിലാണ് ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനിൽ. അതിൻ്റെ മേലെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. വശങ്ങളിലും നടക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ അഡീഷണൽ ബാക്കിൽ സ്പേസ് നമുക്ക് ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. 3 സെൻറ്റോ 3.5 സെൻറ്റോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മതിലിനോടൊപ്പം തന്നെ നമുക്ക് അപ്പുറത്തേക്ക് ആഡ് ചെയ്തെടുക്കാം. ഒരു കാർ പാർക്കിംഗ് സ്പേസ് ആയിട്ട് മാറ്റാം, പച്ചക്കറി തോട്ടം ഉണ്ടാക്കാം, ഗാർഡൻ സെറ്റ് ചെയ്യാം. അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. കോർട്ട്യാർഡിൻ്റെ വിൻഡോസുകൾ നമുക്ക് ശരിക്കും ഇത് ഡോർസായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. അടച്ചിട്ട് കഴിഞ്ഞാൽ വിൻഡോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇങ്ങനെ 3 പാർട്ടായിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി വയ്ക്കാവുന്ന രീതിയിൽ, അതായത് ഒറ്റ സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല ഇത് 2 എണ്ണം ക്ലോസ് ചെയ്തിട്ട് ഒരെണ്ണം മാത്രം തുറന്നുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാം. വേണമെങ്കിൽ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതി 3 പാർട്ടായിട്ട് മടക്കി ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ മേലെ പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഈ ഭാഗം വന്നിരിക്കുന്നത് ഒരു ഡബിൾ ഹൈറ്റും കൂടിയാണ്. ഇനി നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചൺ പറയുമ്പോൾ ആദ്യം പറയേണ്ടത് കിച്ചൻ്റെ സ്ഥാനമാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് കിച്ചൺ വന്നിരിക്കുന്നത്. L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. കളർ പാറ്റേൺ ഭംഗിയാണ്. മൾട്ടിപർപ്പസ് സിങ്കാണ് ഇതിന് വന്നുള്ളത്. കട്ടിംഗ് ബോർഡ് അടക്കം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഹിൻഡ്യുവിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് സൈഡിലേക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അക്വറിലിക്കിലാണ് ഫുൾ കബോർഡ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള കബോർഡ് കിട്ടിയിട്ടുണ്ട്. ഫുൾ ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. സൈഡ് വശങ്ങളിലെല്ലാം പവർ പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ടാൻഡം ബോക്സ് ഓപ്ഷനൊക്കെ നമുക്ക് ഇതിലുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫുൾ കവറിങ് ആയിട്ട് വലിപ്പമുള്ള സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെ കബോർഡുകളെല്ലാം ഒരുക്കിയിരിക്കുകയാണ്. വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ 4 പാർട്ട് കബോർഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ടിൻസൊക്കെ നമുക്ക് അതിൽ സൂക്ഷിക്കാവുന്നതാണ്. വലിയൊരു ഫ്രിഡ്ജാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പം ഭംഗിയായിട്ട് കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി കിച്ചണിൽ തുറക്കാവുന്ന ഡോറ് വന്നിരിക്കുന്നത് നോർത്തിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ്. ഇവിടെയും വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്ലാബ് കൊടുത്തുള്ളത്. നാനോ വൈറ്റ് ആണ്. താഴെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പോളികാർബണേറ്റ് ഷീറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതും ഫൈബർ ലാമിനേഷൻ വർക്കാണ്. LED ലൈറ്റിൽ വരുന്നുണ്ട്. 2 സൈഡും തുറക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഗംഭീരമായുള്ളൊരു കിച്ചനും വർക്ക് ഏരിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. പോകുന്ന വഴിക്ക് തന്നെയായിട്ട് ഈ സ്പേസിൽ നമുക്ക് വലിപ്പമുള്ളൊരു ടേബിളിൻ്റെ മേലെയായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ കിട്ടിയിട്ടുള്ളത്. ഇത് കൂടാതെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ടൈൽ വർക്ക് വന്നിട്ടുണ്ട്. വലിയൊരു മിററിനൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിററും ലൈറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടവൽ റാഡ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ പില്ലർ കോക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഫാളിംഗ് ടൈപ്പിലുള്ള പില്ലർ കോക്കാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഭംഗിയായിട്ട് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് സ്റ്റെയറിനടിയിൽ ഒരു റീഡിംഗ് സ്പേസും കൂടി ഉണ്ട് ഈ ഭാഗത്തായിട്ട്. ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് ബുക്ക് ഷെൽഫോ അല്ലെങ്കിൽ ഒരു ചെയറൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വ്യൂയോട് കൂടി തന്നെ നമുക്ക് ഒരു റീഡിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇതും ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഏരിയയും കൂടിയാണ്. അപ്പം 3 സെക്ഷനായിട്ടാണ് ഡബിൾ ഹൈറ്റ് വന്നുള്ളത്. ഒന്ന് ലിവിങ് സ്പേസ്, ഒന്ന് കോർട്ട്യാർഡിൻ്റെ അവിടെ, പിന്നെ വരുന്നത് ഈ സ്റ്റെയറിൻ്റെ അടുത്താണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂം വന്നിരിക്കുന്നത് ബേ വിൻഡോയോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡ്, നോർത്ത് സൈഡ്. അപ്പോൾ നോർത്ത് സൈഡിലാണ് ബേ വിൻഡോ വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 12 അടി നീളവും 12 അടി വീതിയിലുമാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. കബോർഡുകളെല്ലാം തന്നെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് മിററും വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. ബാത്റൂം വന്നിരിക്കുന്നത് വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ്. ആദ്യം നമ്മൾ ഷവർ സ്പേസിലാണ് വരുന്നത്. ബോഡി ജെറ്റ് അടക്കമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റെയിൻ ഷവറൊക്കെ വന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ മേലെയായിട്ട് ഹീറ്ററിനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ ക്ലോസറ്റ് ഏരിയയിലേക്കാണ് വരുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇനിയിപ്പം ബോഡി ജെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതും വന്നിരിക്കുന്നത് ജാഗ്വാറിൻ്റെയാണ്. ഇപ്പം വാഷ് കൗണ്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടറോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മിറർ, ലൈറ്റ്, പവർ പോയിന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ നല്ലൊരു കളർ പാറ്റേൺ ഉള്ള ടൈൽ പാറ്റേൺ ആണ്. മാറ്റ് ടൈൽ വന്നിട്ടുണ്ട്. ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. ഫൈബർ ഡോറാണ് ഇതിന് വന്നുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്. ഡോറിൻ്റെ പാറ്റേൺ തന്നെ നല്ല മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. വലിപ്പമുള്ള വിൻഡോസ് വന്നിട്ടുണ്ട്. ഇതാണ് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡും കൂടിയാണ്. ഇതിൻ്റെ നീളം 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ മാറി ഒതുങ്ങിയിട്ട് വലിപ്പമുള്ള കബോർഡ് വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ മാറിയിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന എൻട്രൻസിലായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിൽ ഫോളോ അപ്പ് ചെയ്തിരിക്കുകയാണ്. നല്ല പ്രീമിയം ലെവലിലുള്ള ബാത്റൂമും കൂടിയാണ്. സെയിം പാറ്റേണിലുള്ള ഫിറ്റിങ്സ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈൽ പാറ്റേൺ അടക്കം സെയിം പാറ്റേൺ തന്നെയാണ്. അപ്പം താഴെയുള്ള 2 ബെഡ്റൂമിനും ബാത്റൂമിൽ ബോഡി ജെറ്റ് അടക്കം വരുന്നുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് കയറുകയാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് തന്നെ നല്ല വീതിയിൽ തന്നെയാണ്. ഇത് കൂടാതെ കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്പിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിൽ. അപ്പം പ്രദക്ഷിണ വഴി കയറുക എന്നൊക്കെ പറയുന്ന പോലെ ക്ലോക്ക് വൈസിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടീക്ക് വുഡും ടഫൻഡ് ഗ്ലാസ്സുമാണ് വന്നുള്ളത്. കയറി ഒന്ന് ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ ലാൻഡിങ് സ്പേസിൽ തന്നെ പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസ് വന്നിട്ടുണ്ട്. ഒരു ബ്ലൂ ടിൻറ്റിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാൾ സീലിംഗ് വർക്കും ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഹാങ്ങിങ് ലൈറ്റ് കാണാവുന്നതാണ്. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഒരു സി ടൈപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെയായിട്ട് നമുക്ക് TV സ്പേസും കിട്ടുന്നുണ്ട്. ഈ സ്പേസിൽ നമ്മൾ സോഫ സെറ്റിയോ ബീൻ ബാഗൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ TV എടുക്കാവുന്നതാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് ഭാഗത്ത് തന്നെയാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. വലിപ്പമുള്ള വിൻഡോസ് വന്നിട്ടുണ്ട്. വലിപ്പമുള്ള ബെഡ്റൂം കൂടിയാണ്. 12 അടി നീളവും 12 അടി വീതിയുണ്ട്. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ വീടിന് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കയറുന്ന എൻട്രൻസിൽ തന്നെയായിട്ട് ഇവിടെയായിട്ടാണ് നമുക്ക് ഡ്രസ്സിങ് ടേബിൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബാത്റൂമും, അതായത് ബെഡ്റൂമിൻ്റെ ക്വാളിറ്റിയും ബാത്റൂമിൻ്റെ ക്വാളിറ്റിയും നിലനിർത്തി, അതായത് സ്പേസോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ ബാത്റൂമിലേക്ക് വരികയാണ്. ഇവിടെ ബോഡി ജെറ്റിന് പകരം ഡയവേറ്ററാണ് വന്നുള്ളത്. ടെലിഫോൺ ഷവർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്ററിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഷാമ്പൂസും ലിക്വിഡ്സും ഒക്കെ വയ്ക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് താഴെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, വാഷ് ബേസിൻ, മിറർ, അതുപോലെ തന്നെ ലൈറ്റൊക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബാത്റൂം. ഇങ്ങനെയാണ് യൂട്ടിലിറ്റി സ്പേസ് കിട്ടിയിട്ടുള്ളത്. യൂട്ടിലിറ്റി സ്പേസിൽ പോലും ഫാൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈബർ ലാമിനേഷനാണ്. ചൂട് കുറച്ച് കുറയുകയും ചെയ്യും, ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഒരു സൈഡ് ഫുള്ള് പോളികാർബൺ ഷീറ്റ് ഇട്ട് മറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴവെള്ളം കയറാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഭാഗത്ത് നിന്ന് ഓപ്പൺ ടെറസിലേക്ക് കയറാനായിട്ടുള്ള ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസിയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസ് കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഈ സ്പേസിലാണെന്നുണ്ടെങ്കിലും അലക്കി വിരിച്ചിടാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ വാട്ടർ പോയിൻറ്റ്, പവർ പോയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ നമുക്ക് അവിടെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയയാണ്. നേരെ ബെഡ്റൂമിലേക്ക് വരികയാണ്. സെയിം ബെഡ്റൂം തന്നെ. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സ് എല്ലാം വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകാൻ പോകുന്നത്.
സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫഡ് ഗ്ലാസ്സുമാണ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇറങ്ങാവുന്ന രീതിയിലൊരു ഓപ്പൺ ബാൽക്കണി കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. മാറ്റ് ടൈലാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ വലിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഒരു ഊഞ്ഞാലും മറ്റൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിവിശാലമായുള്ളൊരു ഓപ്പൺ ബാൽക്കണിയോട് കൂടിയിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമ്മളിതിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണ്. 6 സെൻറ്റ് 200 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 2900 സ്ക്വയർ ഫീറ്റിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. അതും റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന വീടാണ്. ആലുവയ്ക്കും കളമശ്ശേരിക്കും മിഡിലായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസ് ഉള്ളൊരു ഏരിയയും കൂടിയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,48,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഇതിപ്പോൾ 6 സെൻറ്റ് 200 ലിങ്സ് ലാൻഡ് ഏരിയ ആണ്. ഇത് കൂടാതെ തന്നെ നമുക്കൊരു 3 സെൻറ്റ് കൂടി അഡീഷണൽ ആഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള സ്പേസും നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു. അപ്പോൾ ഈ വീട് കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.